എടാ, തുണി നനയ്ക്കുക എന്ന് പറയുന്നത് വളരെ എളുപ്പമുള്ള ഒരു കാര്യമാണ്. ആർക്ക് വേണമെങ്കിലും ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ. ദാ ഇതുപോലെ മുക്കി പിന്നെ വെളിയിലെടുത്ത് സോപ്പ് എടുത്ത് ഒന്ന് തേക്കുക. ഇതുപോലെ ഈ കല്ലില് ഫട്ടാർ ഫട്ടാർ എന്ന് അടിക്കണം. ദാ ഇതുപോലെ. എന്നിട്ട് ഇതിനകത്തുള്ള വെള്ളം മുഴുവനും പിഴിഞ്ഞെടുക്കണം. ഇതുപോലെ. എന്നിട്ട് ഇതിനെ ഉണങ്ങാൻ ദാ ഇങ്ങനെ ഇടണം. എനിക്ക് മനസ്സിലായി ഗുരു. നീ ഇതെന്താ ചെയ്യുന്നത് എന്റെ പോലെ? നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് നമ്മുടെ തുണികളെല്ലാം വെള്ളത്തിൽ മുക്കി സോപ്പിട്ട് നന്നായിട്ട് തേച്ച് അടിച്ചു നനച്ച് ഉണങ്ങാനിടണമെന്ന്? എടാ എന്റെ പൊന്നു പോലെ, എന്റെ ചക്കരക്കുട്ട എന്റെ പോലെ. എടാ, തുണി നനയ്ക്കുന്നതിന് മുമ്പ് ആ തുണി ആദ്യം ശരീരത്തിൽ നിന്ന് എടുത്ത് മാറ്റണോടാ. അതെ, ശരിയാ ഗുരു. ഇതിനെ കുറിച്ച് ഞാൻ ആലോചിച്ചില്ലല്ലോ. ഇത് കൊള്ളാലോ. അങ്ങോട്ട് നോക്കൂ ഗുരു. എന്റെ തുണി ഒരു പട്ടം പോലെ പറന്നു പോകുന്നത് നോക്കൂ ഗുരു. എടാ പൊന്നു പോലെ, ഇത് സന്തോഷിക്കേണ്ട സമയമല്ലടാ, നമ്മൾ വളരെ ആലോചിക്കേണ്ട സമയമാണടാ. അല്ല, ഇപ്പൊ നിന്റെ ശരീരം എങ്ങനെ തുടയ്ക്കും? അത് ശരിയാണല്ലോ ഗുരു. ഇനി ഞാൻ എന്താ ചെയ്യാ? ആൽബർട്ടോയുടെ വീട്ടിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഉള്ളതെല്ലാം എന്റെ മുത്തച്ഛന്റെ അമൂല്യ ശേഖരങ്ങളാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് സ്ഥലം വിട്ടോ. നിങ്ങളുമായി കച്ചവടം നടത്താൻ എനിക്ക് താല്പര്യമില്ല, കേട്ടോ? അടിപൊളി, സൂപ്പർ ഹീറോന്റെ ടവൽ. കൊള്ളാലോ ഗുരു. നിങ്ങളുടെ ടവൽ ഇവിടെ എത്തിയോ? എന്റേതാ? എടാ പൊന്നെ, എന്നെ എങ്ങനെയൊന്നും പുകഴ്ത്തരുത് കേട്ടോ. എന്റെ മുത്തച്ഛനോട് ഇങ്ങനെ കാണിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ ധൈര്യം കിട്ടി? എവിടെയാണ് നിങ്ങൾ ഇത്രയും പെട്ടെന്ന് മറിഞ്ഞു പോയത്? എന്റെ പോലെ, നീ പെട്ടെന്ന് തലയൊന്ന് തോർത്ത്, അല്ലെങ്കിൽ നിനക്ക് ജലദോഷം പിടിക്കും. ആ ശരി ഗുരു. അടിപൊളി. അവസാനം നീ ഇപ്പോഴൊരു സൂപ്പർ ഹീറോ ആയിട്ട് മാറിയിരിക്കുകയാണ് പോലെ. പക്ഷെ ഈ വസ്ത്രത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് എന്റെ അടിമനസ് പറയുന്നു. അതെ, എന്താ ഇത്? ഈ തുണി എന്നെ വലിച്ചഴിച്ച് കൊണ്ടുപോകണല്ലോ. പോലെ പോലെ, നീ എവിടെ പോണ പോലെ? ഞാനും വരുന്നു പോലെ. പോലെ എന്നെ രക്ഷിക്കൂ ഗുരു, രക്ഷിക്കൂ. നീ എന്തിനാണ് കരയുന്നത്? മരത്തിന്റെ മേളിൽ കയറിയിരിക്കുക. പക്ഷെ ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. മോളില് നോക്ക്, ആ മരത്തിന്റെ മോളില്. അത് ചെറിയൊരു പൂച്ചയല്ലേ? അത് തന്നെയാണ് ഗുപ്ത അങ്കിൾ. വേഗം വാ എന്റെ പോലെ പോലെ. ഈ പൂച്ചക്കുഞ്ഞിനെ നമുക്ക് കൊണ്ടുവരാം താഴെ താഴെ. പാട്ട് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ ആള് പോയല്ലേ. താങ്ക് യു. ഗുപ്ത അങ്കിളിനെ രക്ഷിക്കാൻ വേണ്ടിട്ട് അങ്ങ് മരത്തെ താഴെ കൊണ്ടുവന്നല്ലോ. എടാ പോലെ, ഞാൻ നിന്നോട് ആ പൂച്ചയല്ലടാ താഴേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. നീ എന്തിനാ മരത്തിനെ കൊണ്ടുവന്നേ? അതെ, ശരിയാണല്ലോ ഗുരു. ഇപ്പൊ നമുക്ക് മരത്തിന് മേലെ കൊണ്ടുപോയിട്ട് ഗുപ്ത അങ്കിളിനെയും കൊണ്ട് താഴേക്ക് വരാം. നിങ്ങൾ എന്തായി കാണിച്ചത്? ഗുപ്ത അങ്കിളിനെ അങ്ങ് അതിനേക്കാളും ഉയരത്തിലെത്തിച്ചിരിക്കുന്നത്. അങ്ങോട്ട് നോക്കൂ, ഗുപ്താങ്കിളിനെ പോലെ പിടിച്ചിരിക്കുകയാണ്. എവിടെ പോയി? ഇങ്ങോട്ട് നോക്കൂ, ഗുപ്താങ്കിൾ ഒരു സുരക്ഷിതവുമില്ലാതെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഗുപ്താങ്കിൾ ഞാൻ എത്തുന്ന മുമ്പ് താഴെ എത്താൻ നോക്കുകയാണ്. ഈ മത്സരത്തിന് ഞാൻ മാത്രമേ ജയിക്കാൻ പാടുള്ളൂ.
ഗുപ്താങ്കിൾ, ഞാനായിരിക്കും ഫസ്റ്റ് വരുന്നത്. അങ്ങോട്ട് നോക്കൂ, നമ്മുടെ സുൽത്താൻ നഗറിന്റെ ഹീറോ. ഹീറോ അല്ല, സൂപ്പർ ഹീറോ. സൂപ്പർ ഹീറോ പോലെ. എന്റെ പൊന്നു ചക്കരെ, നീ കലക്കിയല്ലോടാ. ആദ്യം നമുക്ക് ഇവിടെ നിന്ന് സ്ഥലം വിടാം. ആയിക്കോട്ടെ ഗുരു. എടാ ബോലെ, ഈ സൂപ്പർ ഹീറോന്റെ ടവല് കിട്ടിയത് കൊണ്ട് നീ ഇപ്പൊ സൂപ്പർ ഹീറോ ബോലെയായി മാറിയിരിക്കുകയാണ്. അതെ ഗുരു, ഇത് ഞാൻ അല്പം പോലും ആലോചിച്ചില്ല. എന്നാൽ എന്റെ മോനെ, നീ ഇപ്പൊ സൂപ്പർ ഹീറോ ആയിരിക്കുന്നത് കൊണ്ട് പല സൂപ്പർ കാര്യങ്ങൾ ചെയ്തേ മതിയാവൂ. ആപത്തിലുള്ള എല്ലാരെയും നീ സഹായിക്കണം. എന്താ, മനസ്സിലായോ? ശരി ഗുരു. എല്ലാവരും ഒന്ന് മാറൂ. എമർജൻസിയാണ്. പേഷ്യന്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണം. അവിടെ എന്തോ ഒരു വലിയ പ്രശ്നം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതെന്താ? എടാ ബോലെ, ഈ ആംബുലൻസ് പോവാൻ പെട്ടെന്ന് ഒരു വഴി ഉണ്ടാക്കി കൊടുക്ക്. ഈ ട്രാഫിക് എല്ലാം പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്ക്. ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യാം. എന്താ ഇത്? എന്റെ പപ്പടം നശിപ്പിച്ചു. സൂപ്പർ ഹീറോ ബോലെ, നീ എന്താണ് കാണിച്ചു വച്ചിരിക്കുന്നത് നോക്കേ. സൂപ്പർ ഹീറോ പോലെ ഡൗൺ ഡൗൺ. സൂപ്പർ ഹീറോ പോലെ ഡൗൺ ഡൗൺ. ഇത് കൊള്ളാലോ. ഇവരെല്ലാരും കൂടി എന്നെ ഡോൺ എന്ന് പറയാ. എടാ കാത് കേക്കാത്ത പോലെ, നിന്നെ ഇവര് ഡൗൺ എന്നല്ലടാ പറയുന്നത്. അവരെല്ലാം നിന്നെ ഡൗൺ ഡൗൺ എന്നാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആദ്യം ആ സൂപ്പർ ഹീറോ ധരിച്ചിരിക്കുന്ന ടവൽ അടിച്ച് മാറ്റ്. ഇയാള് സൂപ്പർ ഹീറോ ഒന്നുമല്ല, സൂപ്പർ സീറോയാ. സൂപ്പർ സീറോ. മേജറിന് നിന്നോട് ദേഷ്യം വന്നിരിക്കുകയാണ്. നീ സൂപ്പർ ഹീറോ ആയിട്ട് മാറി മറ്റുള്ളവർക്കെല്ലാം ശല്യമായിരിക്കുകയാണ്. ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് ലെഫ്റ്റ്. എടാ ബോലെ, ഈ ടവൽ ഇല്ലെങ്കിൽ നീ ഹീറോ തന്നെയാണ്. സൂപ്പർ ഹീറോ തന്നെയാണ്. ഉടൻ തന്നെ നിന്റെ ഈ ടവൽ അഴിച്ചു മാറ്റടാ. എന്നിട്ട് നിന്റെ ഹീറോയിസം പുറത്തെടുക്ക്. ഗുരു, ഈ സൂപ്പർ ഹീറോ ടവല് മാറ്റാനേ കഴിയുന്നില്ല. എന്ത്? അങ്ങോട്ട് നോക്കൂ. സിവിലിയൻ സാവധാൻ. ഉടൻ തന്നെ ലെഫ്റ്റ് റൈറ്റ് മാറി ഓടൂ. ഈ ലാഭ കാരണം നമ്മളുടെ പട്ടണം തന്നെ നശിക്കാൻ പോവുകയാണ്. എല്ലാരും എത്രയും പെട്ടെന്ന് ഓടിക്കോളി. ഓടിക്കോളി. വേഗം ഓട്. വേഗം ഓടിക്കോ. തിരിഞ്ഞു നോക്കാതെ ഓടിക്കോ. സൂപ്പർ ഹീറോ ബോലെ കാരണം ഇന്ന് സുൽത്താൻ നഗറിന് ഈ ആപത്ത് വന്നിരിക്കുകയാണല്ലേ. എന്നാൽ ബോലെ തന്നെയാണ് ഈ ആപത്തിൽ നിന്നും അവരെല്ലാരെയും രക്ഷിക്കേണ്ടത്. തക്ക ദിമി താളം കൊട്ടി ഗുരുപാടി ബോലെ നൃത്തമാടി. तालियां पहन के बना तू हीरो. तालियां पहन के बना तू हीरो. उतार तौलियां तू बन जा तू हीरो. उतार तौलियां तू बन जा हीरो तू.
to hero, zero to hero, zero to hero. Victoria ka hero tu, Victoria ka hero tu, Victoria ka. എന്തായാലും കലക്കി എന്റെ പോലെ. നീ വലിയ സൂപ്പർ ഹീറോ അല്ലായിരിക്കാം, പക്ഷേ ഈ നഗരത്തിന്റെ സൂപ്പർ ഹീറോ നീ തന്നെയാണടാ. ഞാനല്ല, നമ്മളാണെന്ന് പറയൂ ഗുരു.